റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എറണാകുളത്ത് സിപിഒയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ എസ്ഐക്ക് സസ്പെൻഷൻ. പാലാരിവട്ടം സ്റ്റേഷനിലെ എസ്ഐ കെ ബൈജുവിനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. ഇയാൾ ഒളിവിലെന്നാണ് വിവരം. ബൈജുവിന്റെ കൂട്ടാളി ഷിഹാമും പിടിയിലായി. സ്പായിൽ പോയ കാര്യം ഭാര്യയെ അറിയിക്കുമെന്ന് പറഞ്ഞ് ബൈജു സംഘവും സിപിഒയിൽ നിന്ന് 4 ലക്ഷം രൂപയാണ് തട്ടിയത്. എസ് എസ് ശരൺ നമുക്കൊപ്പം. എസ് എസ് ശരൺ, ഇപ്പോൾ ഈ കേസിൽ നടപടിയിലേക്ക് പോവുകയാണ്. സിപിഒയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയത് എസ്ഐ ആണ്. എസ്ഐക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുജിയ, അതായത് AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ് ഇവിടെ തട്ടിപ്പിനിരയായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്പായിലേക്ക്, ബോഡി മസാജിനായിട്ട് സ്പായിലേക്ക് പോയിരുന്നു. അതിനുശേഷം തിരികെ എത്തിയപ്പോഴാണ് സ്പായിലെ ജീവനക്കാരി ഇത്തരത്തിലൊരു വ്യാജ പരാതി ഉന്നയിച്ചിരുന്നത്. തന്റെ സ്വർണ്ണമാല നഷ്ടമായെന്നുള്ളായിരുന്നു പരാതി. ആ പരാതിയെ തുടർന്നാണ് SI അടക്കമുള്ളവർ ചേർന്ന് CPI ഭീഷണിപ്പെടുത്തിയത്. പ്രധാനമായും സ്പായിലേക്ക് പോയ കാര്യം ഭാര്യയെ വിളിച്ചു പറയുമെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെ ഭീഷണിപ്പെടുത്തി 4 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും അതിൽ 2 ലക്ഷം രൂപ ഈ ബൈജുവിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിലാണ് SI ആയ പാലാരിവട്ടം സ്റ്റേഷനിലെ SI ആയ ബൈജുവിനെ, കെ ബൈജുവിനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. ഒപ്പം തന്നെ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ എറണാകുളം ACP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ബൈജുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബൈജു കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇയാൾ എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ കൂട്ടാളിയായ ഈ കേസിലെ 2-ാം പ്രതിയായ ഷിഹാമിനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. തട്ടിപ്പ് കേസുകളടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഷിഹാമിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഇനി ഈ കേസിലെ മറ്റൊരു പ്രതി എന്ന് പറയുന്നത് ഈ വ്യാജ പരാതി ഉന്നയിച്ച സ്പായിലെ ജീവനക്കാരിയായ രമ്യയാണ്. രമ്യയും ഒളിവിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് എസ് എസ് ശരണാണ്. മറ്റു